ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു ടോസ് അക്കാഡമി. സെപ്റ്റംബർ മാസത്തിലെ കേറ്റഡ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പോൾ ടോസ് അക്കാഡമിയിൽ നിന്നും നമ്മൾ കേറ്റഡ് കാറ്റഗറി 3 ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഒരു റാപ്പിഡ് റിവിഷൻ റൗണ്ട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ്. ആക്ച്വലി ഈ വീഡിയോയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ എൻറ്റയർ സിലബസിലേക്ക് ഒന്ന് ഗ്ലിംസ് ചെയ്ത് പോവാം. എല്ലാ പോയിന്റ്സ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മളിങ്ങനെ റാപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് അങ്ങനെ കിടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് പഠിക്കാനും ഒക്കെയുള്ള സമയമുണ്ട്. നമ്മൾ പറയും ഇനിയിപ്പോ 5-6 ദിവസമേ ഉള്ളൂ, ഒന്നും സംഭവിക്കാനില്ല എന്ന് പറയും. The last 1 second is enough. ഓക്കെ, നമ്മൾ ആത്മാർത്ഥമായി ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അമൂല്യമാണ്, വിലമതിക്കാനും ആവാത്തതുമാണ്. നമ്മൾ ട്രൈ ചെയ്യാം. ഓക്കെ, നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യണം. റിനൈസൻസ് പീരീഡ് വരെ ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യണം. ഈ ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാർ, അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ്, അതിലെ പ്രൊട്ടാഗോണിസ്റ്റുകൾ, ആന്റഗോണിസ്റ്റുകൾ, അതിൽ പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്ന തീംസ്, അതിന്റെ സെറ്റിങ്സ്, കാര്യങ്ങളൊക്കെ നോക്കാം. ദെൻ റൊമാൻറ്റിക് ടു വിക്ടോറിയൻ ഏജ്. റൊമാൻറ്റിക് ഏജിലും വിക്ടോറിയൻ ഏജിലും ധാരാളം പോയറ്റ്സും നോവലിസ്റ്റുകളും ഉള്ള സമയമാണ്. അപ്പൊ ഈ പറയുന്ന നോവലിസ്റ്റുകളുടെ നോവൽസിന്റെ സമ്മറിയും ക്യാരക്ടേഴ്സിനെ ഒക്കെ നോക്കുക. പോയിംസ് ആണെങ്കിൽ പോയിംസിന്റെ ലൈൻസ്, ഓപ്പണിംഗ് ലൈൻസ്, ക്ലോസിംഗ് ലൈൻസ് ഒക്കെ നോക്കുക. 20th സെഞ്ചുറി ലിറ്ററേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾഡ് ഇംഗ്ലീഷ് ടു വിക്ടോറിയൻ ഏജ് വരെ കണ്ട ഒരു ലിറ്റററി സ്റ്റൈൽ അല്ല. സംതിങ് ഡിഫറെന്റ് ആയിട്ടുള്ള നറേറ്റീവ് സ്റ്റൈൽ, ആബ്സേർഡ് തിയേറ്ററും എപ്പിക് തിയേറ്ററും ഒക്കെ വന്നിട്ടുള്ള, സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കിന്റെ ഒക്കെ ധാരാളമായി ഉപയോഗം വന്നിട്ടുള്ള ഒരു ഫ്രാഗ്മെന്റഡ് സ്റ്റൈൽ ഓഫ് നറേറ്റീവ് ടെക്നിക്സ് ഉള്ള ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഏരിയ ആണ് 20th സെഞ്ചുറിയിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ടെക്നിക്സ്, നമ്മുടെ ആംഗ്രി യങ്മാൻ, കിച്ചൺ സിങ്ക് ഡ്രാമാസ്, അതേപോലെ അബ്സർഡ് തിയേറ്റർ, സർറിയലിസം, എക്സിസ്റ്റൻഷ്യലിസം മെത്തേഡ്സ്, അതുപോലെ എപ്പിക് തിയേറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ലാംഗ്വേജ് ടീച്ചിങ്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ കേറ്റഡ് പരീക്ഷയിൽ നല്ല രീതിക്കുള്ള പ്രാധാന്യമുള്ള ഒരു ഏരിയ ആണ് ലിംഗ്വിസ്റ്റിക്സും ലാംഗ്വേജ് ടീച്ചിങ്ങും. നമ്മൾക്ക് കാറ്റഗറി 3 ഇംഗ്ലീഷിന്റെ ഭാഗത്ത് കിട്ടുന്ന ഒരു 35% ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലാംഗ്വേജ് ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രീതിക്ക് ലാംഗ്വേജ് ടീച്ചിങ് നോക്കുക. മെത്തേഡ്സ്, പ്രിൻസിപ്പിൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ക്രിറ്റിസിസം, അത് ക്ലാസിക്കൽ ക്രിറ്റിസിസവും നോക്കണം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം മെത്തേഡ്സ് നോക്കണം. ദെൻ അമേരിക്കൻ ലിറ്ററേച്ചറും കോണ്ടിനെന്റൽ ലിറ്ററേച്ചറും ആഫ്രിക്കൻസും ഒക്കെ അത്ര ഇതല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കടന്നു പോകണം. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നോക്കുക. കറണ്ട് അഫയേഴ്സ് ഉദ്ദേശിക്കുന്നത് നൊബേൽ പ്രൈസ് വിന്നർ, ബുക്കർ പ്രൈസ് വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഏതെങ്കിലും റീസെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും അവാർഡ്സ്, റെക്കഗ്നേഷൻസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത്. സോ ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് വളരെ ചെറുതായിട്ടുള്ള, നമുക്കൊരു സ്ലൈഡിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയും ചെറിയ സിലബസ് ആണ്. പക്ഷേ ഈ സിലബസിനകത്ത് നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്, പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, SOS അപ്രോച്ച്, ബൈലിംഗൽ അപ്രോച്ച്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഇതിൽ തന്നെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങും പ്രിൻസിപ്പിൾസ് എല്ലാം വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ്സ് പഠിക്കുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണ്, ഡയറക്റ്റ് മെത്തേഡ് എന്താണ്, ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്താണ്, ഹ്യൂമനിസ്റ്റിക് മെത്തേഡ് എന്താണ്, സജസ്റ്റോപീഡിയ എന്താണ്, അതൊക്കെ നോക്കാം. ദെൻ അസസ്മെന്റ്, ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. പിന്നെ ഏർലി ലിറ്ററേച്ചർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓൾഡ് ഇംഗ്ലീഷിൽ വരിക, അതിലെ പ്രധാനപ്പെട്ട റൈറ്റർ ആയിട്ടുള്ള ചോസറിന്റെ കണ്ടംപററീസ് ആയിട്ടുള്ള ലാംഗ്ലാൻഡ്, ഗവർ, അവരെയൊക്കെ നോക്കുക. ദെൻ മൂവിങ് ടു ഡ്രാമ പ്രീവിയസ് ടു ഷേക്സ്പിയർ, ദാറ്റ് മീൻസ് യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഒക്കെ കാലഘട്ടം, മാർലോ, തോമസ് കിഡ്, തോമസ് നാഷ്, തോമസ് ഗ്രീൻ, അവരുടെയൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ഷേക്സ്പിയറിന്റെ മുമ്പുള്ള ഒരു കാലഘട്ടം. ദെൻ ഷേക്സ്പിയറിന്റെ ഡ്രാമാസ്, സോണറ്റ്സ്, അതെല്ലാം നോക്കുക. പിന്നെ സ്പെൻസർ ടു റെസ്റ്റോറേഷൻ ഏജ്, സ്പെൻസറിന്റെ പോയിംസ് ആയിട്ടുള്ള നമ്മുടെ എപ്പിത്തലാമിയൻ, ഫ്രിത്തലാമിയൻ, ഫെറിക്വെയിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ റെസ്റ്റോറേഷൻ പോയിട്രിയും റെസ്റ്റോറേഷൻ ഡ്രാമ, അഗസ്റ്റിന്റെയും പോപ്പിന്റെയും ഫ്രൈഡന്റെയും ഒക്കെ വർക്ക്സ് നോക്കുക.
പിന്നെ പ്രോസ് റൈറ്റിംഗ്സിലേക്ക് വരെ പിന്നെ 18th സെഞ്ചുറിയിലേക്ക് വരെ 18th സെഞ്ചുറി റൊമാൻറ്റിക് ഏജ് ആണ്. റൊമാൻറ്റിക് ഏജിൽ വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, കീറ്റ്സ്, ബൈറൺ, ഷെല്ലി, പിന്നെ റൈറ്റേഴ്സ് ആയിട്ടുള്ള ജെയിൻ ഓസ്റ്റിൻ അവരെയൊക്കെ നോക്കിയിട്ട് then മൂവിങ് ടു ദ വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ ഏജിൽ തോമസ് ആർഡി, ചാൾസ് ഡിക്കൻസ്, റോബർട്ട് ബ്രൗണിംഗ്, മാത്യു ആർണൾഡ് അങ്ങനത്തെ റൈറ്റേഴ്സിനെയൊക്കെ നിങ്ങൾ ടച്ച് ചെയ്തതിന് ശേഷം മൂവിങ് ടു ദ 20th സെഞ്ചുറി ലിറ്ററേച്ചർ, ജെയിംസ് ജോയ്സ്, വെർജീനിയ വൂൾഫ്, ടി.എസ്. എലിയറ്റ് അവരെയൊക്കെ നോക്കി ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് വരെ രാജാറാവ്, ആർ.കെ. നാരായണൻ, അരുന്ധതി റോയ്, നിസി ബസിക്കൽ, എ.കെ. രാമാനുജൻ നോക്കുക. then മൂവിങ് ടു ദ ഫോണറ്റിക്സ് ലിംഗ്വിസ്റ്റിക്സിലേക്ക് വരെ. ലിംഗ്വിസ്റ്റിക്സിൽ ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് നോക്കുക. പിന്നെ ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ്, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, ലാങ്, പരോള്, കോമ്പിറ്റൻസ്, പെർഫോമൻസ് ഒക്കെ നോക്കിയതിന് ശേഷം മൂവിങ് ടു ദ ഗ്രാമാറ്റിക്കൽ സെക്ഷൻ. ഗ്രാമാറ്റിക്കൽ സെക്ഷൻ ഉറപ്പായിട്ടും മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ടെൻസസ്, വേർഡ് ക്ലാസസ്, ഇഡിയംസ്, ഫ്രേസസ്, വൊക്കാബുലറി എന്ന് പറയുമ്പോൾ ആന്റോണിംസ്, സിനോണിംസ്, സ്പെല്ലിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഏകദേശം നമ്മുടെ ഒരു സിലബസിന്റെ ഒരു പുറമെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് തൊട്ടും തലോടിയും പോയി. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ്. എന്താണ് ടീച്ചിങ് ഇംഗ്ലീഷിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഏത് ലാംഗ്വേജിന്റെ ഒബ്ജക്റ്റീവ് ആണെങ്കിലും ഡെവലപ്പ് LSRW സ്കിൽസ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. അപ്പൊ നിങ്ങൾക്ക് റീഡിങ്ങിന്റെയും റൈറ്റിങ്ങിന്റെയും ലിസണിങ്ങിന്റെയും സ്പീക്കിങ്ങിന്റെയും സബ് സ്കിൽസ് ഇത് ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. കാരണം ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മൾ LSRW സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ ലെവൽ തിങ്കിങ്ങും കൂടും, നമ്മുടെ കോൺഫിഡൻസും ആ പർട്ടിക്കുലർ ലാംഗ്വേജിലുള്ള നമ്മുടെ ഫ്ലുവൻസിയും, അങ്ങനെ നമുക്ക് ആ ലാംഗ്വേജിന്റെ അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്ന രീതിക്കുള്ള കൾച്ചറൽ അവയർനെസ് നമുക്ക് കിട്ടും. കൾച്ചറൽ അവയർനെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. നമ്മൾ എത്രയൊക്കെ ഈ ലാംഗ്വേജ് പറയുമ്പോഴും നമ്മുടെ മദർ ടങ് ഇൻഫ്ലുവൻസും ഇന്റർഫിയറൻസും വരികയാണ്. പക്ഷെ ആ ലാംഗ്വേജിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള LSRW സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ലാംഗ്വേജിന്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസേജ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് അവരുടെ ആ ഒരു സ്റ്റൈലും കൾച്ചറും വേയും ഒക്കെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കഴിയും. പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. പ്രിൻസിപ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വി ഹാവ് ടു മോട്ടിവേറ്റ് ദ ലേണേഴ്സിന് നല്ല പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ആൻഡ് എപ്പോഴും അത് ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ വളരെ പാസീവ് ആയിട്ടുള്ള ലേണിംഗ് ആയിട്ട് പോകും. ടു മേക്ക് ദ സ്റ്റുഡൻസ് ആക്റ്റീവ്, അവർക്ക് എപ്പോഴും ആക്ടിവിറ്റി ഓറിയന്റഡ് ടാസ്കുകൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ലേണർ സെന്റർഡ് അപ്രോച്ചസ് വേണം യൂസ് ചെയ്യാനായിട്ട്. മെത്തേഡ്സ് ആയിട്ട് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഡിറക്റ്റ് മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, സ്ട്രക്ചറൽ മെത്തേഡ്. ഈ ഓരോ മെത്തേഡ്സിനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മൾ പോകുന്ന ക്ലാസ്സിലെ നമ്മളുടെ മുമ്പിലിരിക്കുന്ന ഒരു സ്റ്റുഡൻസിന്റെ കേപ്പബിലിറ്റി അനുസരിച്ച്, കപ്പാസിറ്റി അനുസരിച്ച് യു ഹാവ് ടു ചേഞ്ച് ദിസ് മെത്തേഡ്സ്. ഓക്കെ, നമ്മൾ ഏത് ടീച്ചിങ് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും ആ ടീച്ചിങ് പ്രിൻസിപ്പിൾ എംഫസൈസ് ചെയ്യുന്നത് മാക്സിമം സ്റ്റുഡൻറ് എൻഗേജ്മെന്റും ഒരു ലേണർ സെന്റേർഡ് അറ്റ്മോസ്ഫിയറും ആയിരിക്കണം. പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, സ്ട്രക്ചറൽ ഓറൽ സിറ്റുവേഷണൽ ഓറൽ സ്ട്രക്ചറൽ അപ്രോച്ച് ആണ്. അതായത് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് നമുക്ക് പറയാൻ പറ്റും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഹൗ വി ആർ ഗോയിങ് ടു യൂസ് ദറ്റ് ലാംഗ്വേജ്. അതാണ് ഈ SOS മെത്തേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ SOS മെത്തേഡിന്റെ ഷോർട്ട് കട്ട് ആയിട്ട് ഓർത്തിരിക്കുക, സ്പീക്ക് ഓൺ സ്പോട്ട്. ആ ഒരു സ്പോട്ടിൽ, ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഹൗ വിൽ യു യൂസ് ദിസ് ലാംഗ്വേജ്, അല്ലെങ്കിൽ അവിടെ ഗ്രാമാറ്റിക്കൽ പെർഫെക്ഷനേക്കാളും ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ ദ ഫ്ലുവൻസി ആണ്. ആ ലാംഗ്വേജിന്റെ ആ ഒരു സ്പീക്കിങ്ങിനാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് ഓർത്ത് വെച്ചിരിക്കുക, SOS situational oral structural at the same time it means that speak on spot a particular real life situation how you are going to use that language. Then bilingual method ഉണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് CJ Dodson ആണ്. അതായത് നമ്മുടെ മദർ ടങ് interference ഉണ്ട് എപ്പോഴും ഒരു explanation. Bilingual, we are using our mother tongue to learn the foreign language. അവിടെ നമ്മൾ ഒരു ഗ്രാജുവൽ ഷിഫ്റ്റ് ആണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക്, ഇംഗ്ലീഷ് ഓർ ദ ഫോറിൻ ലാംഗ്വേജ് വി ആർ ഗോയിങ് ടു ലേൺ. നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഫോറിൻ ലാംഗ്വേജിലേക്ക് നമ്മൾ വളരെ ഗ്രാജുവലി നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് പോവാണ്. അപ്പൊ ബൈലിംഗ്വൽ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബ്രിഡ്ജ് മെത്തേഡ് എന്ന് ഓർക്കുക. ദാറ്റ് മീൻസ് it acts as a bridge between the native language and the English language or the foreign language. നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു ലാംഗ്വേജ് നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിനെ കണക്ട് ചെയ്യാണ്. ഒരു ടീച്ചർ ആദ്യമേ L1 നമ്മുടെ മദർ ടങ്ങിലായിരിക്കും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക.
ആൻഡ് ഗ്രാജുവലി അവിടെ L2ന്റെ ഒരു ഇമ്പോർട്ടൻസ് അവർ കൊണ്ടുവരുന്നതേ ഉണ്ടാവത്തുള്ളൂ. L1 ഉപയോഗിച്ചുകൊണ്ട് L2 പഠിപ്പിക്കുന്ന രീതി, സിമിലർ ടു ദ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. ദെൻ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, ഇത് കുറച്ചും കൂടെ ലേണറിന്റെ ഫീലിങ്സ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സൈലന്റ് വേ ഉണ്ട്, അവിടെ ടീച്ചേഴ്സ് മാക്സിമം സൈലന്റ് ആയിരിക്കും, കുട്ടികൾക്ക് മാക്സിമം ഓപ്ഷൻസ് കൊടുക്കും. ദെൻ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ലേണിംഗും സജസ്റ്റോപീഡിയ ഒക്കെ. ഇവിടെ ഹാർട്ട് പ്ലസ് ഹെഡ് ആണ്, കുറച്ചും കൂടെ ഇമോഷണൽ ആയിട്ടുള്ള കുറച്ചും കൂടെ കാര്യത്തിന് ഒരു ഇത്തിരി കൂടി പ്രാധാന്യം കൊടുത്തു പോകുന്ന ഒരു മെത്തേഡാണ് ഈ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അധ്യാപകരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല, കുട്ടികൾക്ക് ഇത് എത്രത്തോളം മനസ്സിലായി എന്നുള്ളൊരു കാര്യം നമ്മൾ അസസ്മെന്റിലൂടെയാണ് കണ്ടെത്തുന്നത്. അപ്പൊ അസസ്മെന്റും നമ്മുടെ കേറ്റഡ് പരീക്ഷയ്ക്ക് ഒരു പ്രധാന ഭാഗം തന്നെയാണ്. അപ്പോൾ അടുത്തത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. എല്ലാ രീതിക്കുമുള്ള സ്കോളസ്റ്റിക് ആൻഡ് കോ സ്കോളസ്റ്റിക്സ് ഏരിയ അല്ലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് CCE എന്ന് പറയുന്ന ഒരു മെത്തേഡ്. ദെൻ ഫോർമേറ്റീവ് അസസ്മെന്റും ഉണ്ട്, സമ്മേറ്റീവ് അസസ്മെന്റും ഉണ്ട്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു കോഴ്സ് പഠിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ അവരുടെ അസസ്മെന്റ് നടത്തുവാണെങ്കിൽ അത് ഫോർമേറ്റീവ് ആണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ കോഴ്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ സമ്മേറ്റീവ് ആണ്. ഇതിൽ ഒരു കുട്ടിയുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഇവാലുവേഷൻ ഒരു എക്സാമിനേഷൻ പാറ്റേണിലൂടെ അല്ലാതെ നടത്തുന്ന ഒരു മെത്തേഡാണ് CCE എന്ന് പറയുന്നത്. അതിനൊന്ന് ബാലൻസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ഫോർമേറ്റീവും സമ്മേറ്റീവും. അപ്പോൾ CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ചെക്ക് കോൺസ്റ്റന്റ്ലി എവറിത്തിങ്. കോൺസ്റ്റന്റ് ആയിട്ട് കുറച്ച് നാൾ നോക്കി പിന്നെ അവരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുന്ന അങ്ങനെയല്ല, വളരെ റെഗുലർ ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കുട്ടികളുടെ അസസ്മെന്റ് ചെയ്യുന്ന രീതിയാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ദെൻ അപ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം നമ്മുടെ പെഡഗോജിക്കൽ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും. നൗ വി ക്യാൻ മൂവ് ടു ദ ലിറ്ററേച്ചർ പോർഷൻ. അവിടെ ചോസറും മിഡിൽ ഇംഗ്ലീഷും ഉണ്ട്. ചോസർ നമുക്കറിയാം ഇംഗ്ലീഷ് പോയട്രിയുടെ ഫാദർ ആണ്. കാരണം ഓൾഡ് ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ നമുക്കൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സ്റ്റൈലോ നമ്മളുടെ ഓൺ റൈറ്റിംഗ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അന്നുണ്ടായിരുന്ന പലതും തന്നെ അനോണിമസ് റൈറ്റേഴ്സ് ഒക്കെ ആയിരുന്നു. നമുക്കൊരു ഓൺ സ്റ്റൈൽ ഓഫ് ലിറ്ററേച്ചറിലേക്ക് വന്നത് ചോസറിലൂടെയാണ്. എസ്പെഷ്യലി ചോസറിന്റെ പീരീഡ് തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഫ്രഞ്ച് പീരീഡും ലാറ്റിൻ പീരീഡും. അതിലൊക്കെ അദ്ദേഹം ട്രാൻസ്ലേഷൻസ് ആ ചെയ്തത്. പക്ഷെ തേർഡ് പീരീഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പീരീഡിലേക്ക് വന്നപ്പോൾ ചോസർ തന്റെ ഓൺ റൈറ്റിംഗ് ഇറക്കി തുടങ്ങി. ദാറ്റ് ഇസ് കാൻറ്റർബറി ടെയിൽസ്. ചോസറിന്റെ കണ്ടംപററീസ് ആയിട്ടുള്ള വില്യം ലാംഗ്ലാൻഡിലെ അലഗോറിക്കൽ വർക്ക് ആയിട്ടുള്ള വിഷൻ കൺസേൺ ഇൻ ദ പിയേഴ്സ് ദ പ്ലോമാനും ഗവറും അല്ലെ, ചോസർ തന്നെയാണ് തന്റെ ടോയ്ലറ്റ്സ് ആൻഡ് ക്രസീഡ എന്ന് പറയുന്ന വർക്കിൽ ജോൺ ഗവറെ മോറൽ ഗവർ എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ എല്ലാ രീതിക്കും നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ ഒരു അടിത്തറ പാകിയ ലിറ്ററേച്ചറിന് ഒരു ബേസ് കൊടുത്ത കാലഘട്ടമായിരുന്നു നമ്മുടെ ഈ പറയുന്ന മിഡിൽ ഇംഗ്ലീഷ് ഏജ്. ചോസറാണ് മിഡിൽ ഇംഗ്ലീഷിനെ ഒരു ലിറ്റററി ലാംഗ്വേജിലേക്ക് ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ചോസറിന്റെ കണ്ടംപററീസും അലിഗോറീസും മോറൽ ടെയിൽസ് ഒക്കെ കൊടുത്തിട്ട് മിഡിൽ ഇംഗ്ലീഷിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഏജ് നോക്കുമ്പോൾ നിങ്ങൾ ചോസർ, ലാംഗ്ലാൻഡ്, ഗവർ ഈ മൂന്ന് പേരുടെ വർക്കും അതിന്റെ ജസ്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുക. അടുത്തത് റിനൈസൻസ് ഏജ്, ഗോൾഡൻ പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നല്ല രീതിക്ക് ലിറ്റററി വർക്ക്സ് വന്നിട്ടുള്ള ഒരു വർഷമാണ് റിനൈസൻസ് ഏജ്. അതിൽ തന്നെ എസ്പെഷ്യലി എലിസബത്തൻ തിയേറ്റർ, കാരണം ഷേക്സ്പിയറിന്റെ ഒക്കെ ഒരു കാലഘട്ടമായത് കാരണം ഷേക്സ്പിയർ ഒക്കെ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമാണിത്. ഡ്രാമ ബിഫോർ ഷേക്സ്പിയർ ആണെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ആയിരുന്നെങ്കിലും ഷേക്സ്പിയറിന്റെ കണ്ടംപററീസ് ആണെങ്കിലും ഒക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അവര് ധാരാളം റൈറ്റിംഗ്സ് ഈ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. ആ റൈറ്റിംഗ്സ് എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അപ്പൊ ഷേക്സ്പിയറിന്റെ 37 നാടകങ്ങളും അദ്ദേഹത്തിന്റെ സോണറ്റുകളും, ഇപ്പൊ നാടകങ്ങളിൽ തന്നെ ഓപ്പണിംഗ് ലൈൻസ്, ക്ലോസിംഗ് ലൈൻസ്, നാടകത്തിന്റെ അകത്ത് എന്തെങ്കിലും എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിനകത്ത് ഇറ്റ്സ് എ പ്ലേ വിത്തിൻ എ പ്ലേ ആണ് അല്ലെ. മർഡർ ഓഫ് ഗൊൻസാലോ എന്ന് പറയുന്ന മൗസ് ട്രാപ്പ് പ്ലേ വിത്തിൻ എ പ്ലേ ആണ്. അപ്പൊ അത് പിന്നെ നിറയെ സോളിലോക്കീസ് ഉണ്ട്. ഇപ്പൊ മാക്ബത്തിലാണെങ്കിൽ അപ്പാരിഷൻസ് വരുന്നുണ്ട്, വിച്ചസ് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള ഒക്കെ കാലഘട്ടമാണ്. നിങ്ങൾ ഓർത്തിരിക്കുക,
അത്യാവശ്യം ഷേക്സ്പിയറിന്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കും. പിന്നെ ഷേക്സ്പിയറിൻ്റെയോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു റിനൈസൻസ് ഏജിൽ ചേർത്ത് വായിക്കേണ്ട റൈറ്റേഴ്സാണ് ജോൺ ലില്ലി, സിഡ്നി, ക്രിസ്റ്റഫർ മാർലോ, കിഡ്, ജോൺസൺ ഒക്കെ. ഇത് ഷേക്സ്പിയറിന്റെ വർക്കിനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറേ വർക്ക്സ് റാൻഡംലി പിക്ക് ചെയ്യാണ്ട് കോമഡീസും ഹിസ്റ്ററീസും ട്രാജഡീസും ഒക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. അതായത് കോമഡീസിൽ ഉള്ള വർക്ക്സ് അങ്ങനെ തന്നെ ഫിൽട്ടർ എടുക്കുക, ഹിസ്റ്ററീസ് ആയിട്ടുള്ള വർക്ക്സ് അങ്ങനെ തന്നെ എടുക്കുക, ട്രാജഡീസ് ആയിട്ടുള്ള വർക്ക്സ് നിങ്ങൾ അങ്ങനെ തന്നെ സെലക്ട് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ അതിൽ കുറേയൊക്കെ വർക്ക്സിന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കുറെ നിങ്ങൾക്ക് അത്ര പരിചയം ഉണ്ടായി വരത്തില്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു രീതിക്കും അറിയില്ലാത്ത വർക്ക് ഉണ്ടാവും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇപ്പൊ 12th നൈറ്റ് ഒക്കെ പരീക്ഷയ്ക്ക് ധാരാളം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. 12th നൈറ്റും ഹാംലെറ്റും മാക്ബത്തും ഓഥല്ലോയും ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയാസ് ആണ്. അതുപോലെ ഓൾസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ അതൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ വർക്ക്സ് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാന്ന് തോന്നുന്ന ഷേക്സ്പിയറിന്റെ വർക്ക് ആണെന്ന് പോലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത വർക്കും ഉണ്ടാവും. അപ്പൊ അതും മസ്റ്റ് ആയിട്ട് നോക്കുക. റെസ്റ്റോറേഷൻ ഏജിൽ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഡ്രൈഡന്റെ പോയിട്രിയും വില്യം കോൺക്രീവിന്റെ ഡ്രാമാസും ബന്നിയന്റെ പ്രോസ് വർക്ക്സുമാണ്. അതായത് റെസ്റ്റോറേഷൻ ഏജിൽ വിറ്റി ആയിട്ടുള്ള കോമഡീസ് ഉണ്ടായിരുന്നു, ഹീറോയിക് പോയിട്രീസ് ഉണ്ടായിരുന്നു, റിലീജിയസ് അലിഗറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡ്രൈഡന്റെയും വില്യം കോൺക്രീവിന്റെയും ബണ്ണിന്റെയും വർക്ക്സ് നോക്കണം. അതിൽ കോൺട്രീന്റെ വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, കോമഡി ഓഫ് മാനേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വർക്ക് പഠിക്കുന്ന സമയത്ത് കോമഡി ഓഫ് മാനേഴ്സ് എന്താണ് കോമഡി ഓഫ് മാനേഴ്സിന്റെ എലമെന്റ്സ്, എങ്ങനെയാണ് കോൺക്രീവിന്റെ വർക്കിൽ കോമഡി ഓഫ് മാനേഴ്സിന്റെ എലമെന്റ്സ് വന്നിട്ടുള്ളത്, അതൊക്കെ നോക്കും. 18th century and Augustan literature, ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഡീഫോ, സ്വിഫ്റ്റ്, ആഡിസൺ, സ്റ്റീൽ, പോപ്പ്, ജോൺസൺ, റിച്ചാർഡ്സൺ, ഫീൽഡിംഗ്. ഇതിനകത്ത് കുറച്ചും കൂടെ റീസണും പിന്നെ സറ്റയറും. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് നോവലിന്റെ ഒരു ബേർത്തിലേക്ക് നമ്മൾ എത്തുവാണ്. ഇപ്പൊ റിച്ചാർഡ്സണും ഫീൽഡിംഗ് ഒക്കെ വരുമ്പോൾ ഇംഗ്ലീഷ് നോവൽസിന്റെ ബിഗിനിങ് ഏജിലേക്ക് പോവുകയാണ്. അപ്പൊ അത് ഓർത്ത് വെച്ചുകൊണ്ട് വേണം ഈ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കാനായിട്ട്. പിന്നെ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുമ്പോൾ ന്യൂ ക്ലാസസ് എന്ന് പറയുന്ന ആ ഒരു ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് റൊമാൻറ്റിക് ഏജ് വന്നത്. കുറേം കൂടി ഇമാജിനേഷനും ഫ്രീഡത്തിനും നേച്ചറിനും ഇൻഡിവിജ്വലിസത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാലഘട്ടമായിരുന്നു റൊമാൻറ്റിക് ഏജ്. വേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ബൈറൻ, ഷെല്ലി, കീറ്റ്സ്, നേച്ചർ, ഇമാജിനേഷൻ, ഇമോഷൻസ്, ഇതായിരുന്നു റൊമാൻറ്റിക് ഏജിൽ അവർ നിറഞ്ഞ് കൊണ്ടുവന്ന തീംസ് എന്ന് പറയുന്നത്. പിന്നെ വിക്ടോറിയൻ ഏജിൽ വി ഹാവ് ടെന്നിസൺ, ബ്രൗണിംഗ്, ആർണൽഡ്, ഡിക്കൻസ്, താക്രേ, എലിയറ്റ്, തോമസ് അഡി, വൈൽഡ്, ഷോ. അപ്പൊ ചുമ്മാ നിങ്ങൾ ഇപ്പോ എന്താ പറയാ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണെങ്കിൽ ഗെറ്റ് മീ എ ലിസ്റ്റ് ഓഫ് ടെന്നിസൺ വർക്ക്സ്, ഓക്കെ. അപ്പൊ ഇൻ മെമ്മറിയം അങ്ങനത്തെ ടെന്നിസന്റെ വർക്ക്സിന്റെ ലിസ്റ്റ് വരും. ദെൻ ഗോ ഫോർ ദ ലിസ്റ്റ് ഓഫ് ബ്രൗണിങ്സ് വർക്ക്, ഗോ ഫോർ ദ ലിസ്റ്റ് ഓഫ് മാത്യു ആർണൽഡ് വർക്ക്. ആ ലിസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ വർക്ക്സ് അറിയാം, ഏതൊക്കെ വർക്ക്സ് നിങ്ങൾക്ക് അറിയില്ല. അറിയുന്ന വർക്ക് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഗ്ലിംസ് എടുത്തൊന്ന് സമ്മറി ചെയ്ത് നോക്കുക. അറിയില്ലാത്ത വർക്ക് ആണ് അല്ലെങ്കിൽ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ധാരാളമായിട്ട് ഈ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും കൂടെ നിങ്ങളൊന്ന് ഇരുന്ന് കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങളത് പഠിക്കുക. പിന്നെ 20th സെഞ്ചുറി ആൻഡ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, അതിൽ ജെയിംസ് ജോയ്സ്, വെർജീനിയ വൂൾഫ്, ടി.എസ്. എലിയറ്റ്, ബെക്കറ്റ്, വൂൾഫ്, അറ്റ്വുഡ്. ഇന്ത്യൻ റൈറ്റേഴ്സിലാണെങ്കിൽ ടാഗോർ, നാരായണൻ, അരുന്ധതി റോയ്. ഓക്കെ, അതിൽ നിന്ന് നമുക്കറിയാം ജെയിംസ് ജോയ്സിന്റെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്സ് ആണ് പോർട്രേറ്റ് ഓഫ് ദി ആർട്ടിസ്റ്റ് ആസ് എൻ യങ് മാൻ. വൂൾഫിന്റെ ആണെങ്കിൽ മിസസ് ഡാലവി, ടു ദ ലൈറ്റ് ഹൗസ്. ഇപ്പൊ എലിയറ്റിന്റെ വർക്കിൽ ടി.എസ്. എലിയറ്റിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ചേർത്ത് വായിക്കുന്ന വർക്കാണ് വേസ്റ്റ്ലാൻഡ്. അപ്പൊ നിങ്ങൾ വേസ്റ്റ്ലാൻഡ് എന്ന് പറയുന്ന വർക്ക് പഠിക്കുന്ന സമയത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് വേസ്റ്റ്ലാൻഡിൽ നിന്ന് വരാറുണ്ട്. അതിപ്പോ കേട്ടിട്ടാണെങ്കിലും സെറ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു വർക്കാണ് എലിയറ്റിന്റെ വർക്ക്സ്. അപ്പൊ വേസ്റ്റ്ലാൻഡ് പഠിക്കുന്ന സമയത്ത് അതിൽ 5 സെക്ഷൻസ്, ആ 5 സെക്ഷനിൽ ഏതെങ്കിലും പെർട്ടിക്കുലർലി ഏതെങ്കിലും വർക്ക് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് ലൈൻസ് എന്തായിരുന്നു, ക്ലോസിംഗ് ലൈൻസ് എന്തായിരുന്നു, ആ ഒരു ഭാഗത്തെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ, അതൊക്കെ നോക്കാം. ദെൻ ഫിലിം മീഡിയ ആൻഡ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ്, ഇത് നമ്മുടെ കേറ്റഡ് പരീക്ഷയിൽ സെറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ ഫിലിം ടെക്നിക്സ്, ഫിലിം ഡിവൈസസ്, അങ്ങനത്തെ ഫിലിമായി ബന്ധപ്പെട്ട് ഒത്തിരി ഇൻഡെപ്തിലേക്ക് പോകണം എന്നല്ല പറയുന്നത്.
പക്ഷെ ജസ്റ്റ് മീഡിയ ആൻഡ് ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. പിന്നെ ട്രാൻസ്ലേഷൻ എന്താണ്, ടാർജറ്റ് ലാംഗ്വേജ് എന്താണ്, നമ്മൾ ഏത് വർക്കിൽ ഏത് ലാംഗ്വേജിൽ നിന്നും ഇതിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് ടാർജറ്റ് ലാംഗ്വേജ്. പിന്നെ ഫോണറ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ്, ഫോണറ്റിക്സ് എന്താണ്, ഫോണറ്റിക്സിന്റെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആയിട്ടുള്ള സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്, സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, അപ്ലൈഡ് ലിംഗ്വിസ്റ്റിക്സ്, പിന്നെ ഫോണോളജി, മോർഫോളജി, സിന്റാക്സ്, സെമാൻറ്റിക്സ്. മോർഫോളജിയിൽ തന്നെ മോർഫോളജി എന്താണ്, വേർഡ് ഫോർമേഷൻ ടെക്നിക്സ് ആണ്. അപ്പൊ ഡെറിവേഷൻ എന്താണ്, ഇൻഫ്ലക്ഷൻസ് എന്താണ്, ഡിഫറെന്റ് വേർഡ് ഫോർമേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ്. ഫോണറ്റിക്സിൽ തന്നെ നമ്മൾ സൗണ്ട്സ് ആണ്. അപ്പോൾ മാനർ ഓഫ് ആർട്ടിക്കുലേഷന്റെ ബേസിസിലും പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷന്റെ ബേസിസിലും, അതായത് ലേബിയോ ഡെന്റൽസ്, ക്ലോസീവ്സ്, ഫ്രിക്കേറ്റീവ്സ്, അഫ്രിക്കേറ്റീവ്സ്, നെയ്സൽസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഈ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ സൗണ്ട്സ് ഏതൊക്കെയാണ്, ഏത് സൗണ്ട് ഏതിന് എക്സാമ്പിൾ ആണ്. പിന്നെ കാണുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, സിലബിളിൽ സ്ട്രെസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്. അപ്പൊ നമുക്ക് സിലബിൾസിൽ എവിടെയാണ് സ്ട്രെസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇന്നത് പറയാൻ പറ്റില്ല. സോ അത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ട് നമ്മൾ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ താടയുടെ അവിടെ കൈ വെച്ചിട്ട് കയ്യിലേക്ക് പ്രഷർ വരുന്ന അതൊന്നും നിങ്ങളൊന്ന് എണ്ണി നോക്കുക. അത് ഒരു ഭയങ്കര സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ യു ക്യാൻ യൂസ് ദാറ്റ്. അങ്ങനെ നോക്കുമ്പോൾ എത്ര പ്രാവശ്യം അതിലേക്ക് ഒരു പുഷ് വരുന്നു, അത്രയും സിലബിൾസ് ഉണ്ട്. അതിൽ ഏതാണ് സ്ട്രോങ് പുഷ് വരുന്നത്, നമുക്ക് സ്ട്രെസ് മാർക്ക് ചെയ്യാം. പ്രൈമറി സ്ട്രെസ് എവിടെയാണ്, സെക്കൻഡറി സ്ട്രെസ് എവിടെയാണ്. അപ്പൊ ജസ്റ്റ് റാൻഡംലി വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും തിങ്ക് അബൌട്ട് ആ ഫ്യൂ വേർഡ്സിൽ എവിടെയാണ് സ്ട്രെസ് വരുന്നത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഗ്രാമർ പോർഷനിലാണെങ്കിൽ കോൺകോഡ്, അതായത് കോൺകോഡ് എന്ന് വെച്ചാൽ എന്താണ്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, പിന്നെ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻസ്, റിപ്പോർട്ടിങ്, പാസിവൈസേഷൻ, വേർഡ് ക്ലാസ്സസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഈ വൊക്കാബുലറി എൻറിച്ച്മെന്റ്, അതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ് ഇഡിയംസ്, എസ്പെഷ്യലി ഇഡിയംസ് ആണ്. ഇഡിയംസ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവാറുണ്ട്, ഇഡിയംസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നൗൺ ഫ്രേസ്, വേർഡ് ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസസ്, ടൈപ്പ് ഓഫ് ഫ്രേസസ്, അത് പ്രോപ്പർ ഒരു ബേസ് ഗ്രാമർ നോളജും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഹു ഇൻട്രൊഡ്യൂസ് ബൈലിംഗ്വൽ മെത്തേഡ്? DJ ഡോട്ട്സൺ. ഞാൻ നമ്മുടെ തൊട്ട് മുമ്പുള്ള സ്ലൈഡിൽ ഞാൻ പറഞ്ഞു പോയ കാര്യം തന്നെയാണ് കേട്ടോ. ചോസർ ഇസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി. ചോസർ അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ ഓഫ് റെനൈസൻസ് എന്നറിയപ്പെടുന്നതും ചോസർ ആണ്. മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്നറിയപ്പെടുന്ന ചോസറിന്റെ കണ്ടംപററി ആയിട്ടുള്ള വില്യം വൈക്ലിഫ് ആണ്. അതായത് അന്നത്തെ വെർനാക്കുലർ ലാംഗ്വേജിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ നമ്മൾ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആണ് ലൊല്ലാട്ട് എന്നറിയപ്പെടുന്നത്. CCE സ്റ്റാൻഡ്സ് ഫോർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. Who is credited with developing the communicative approach? Communicative approach ഡെവലപ്പ് ചെയ്തത് ആരാണ്? ഡെൽ ഹൈംസ്. അദ്ദേഹമാണ് കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് കോമ്പിറ്റൻസ്, അതാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് പിന്നീട് മാറിയത്. In which work does Sydney defend poetry? Arcadia, Astrophel and Stella, Defense of Poesy, Fairy Queen. Defense of Poetry, അത് തന്നെയാണ് an apology for poetry എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. Which restoration playwright is associated with the comedy of manners? വില്യം കോൺക്രീവ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ദ വേ ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു വർക്കാണ്. കോമഡി ഓഫ് മാനേഴ്സിന്റെ എല്ലാ എലമെന്റ്സും സെൻറ്റർ ചെയ്യുന്ന ഒരു വർക്കാണ് ദ വേ ഓഫ് ദ വേൾഡ്. ഡിക്കൻസ് ആൻഡ് ഹാർഡ് ടൈംസ് ക്രിട്ടിക്സ്. ചാൾസ് ഡിക്കൻസിന്റെ ഹാർഡ് ടൈംസ് എന്ന് പറയുന്ന വർക്ക് ക്രിട്ടിസൈസ് ചെയ്തത് എന്തിനാണ്? ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ആക്ച്വലി വിക്ടോറിയൻ ഏജിലെ റൈറ്റർ ആണ് ചാൾസ് ഡിക്കൻസ്. വിക്ടോറിയൻ ഏജിൽ തന്നെ ഒരു വലിയ രീതിക്കുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചൊരു കാലഘട്ടമായിരുന്നു. അതായത് റിലീജിയൻ ടു സയൻസിലേക്ക് വരുന്നു, സയൻസ് പരമായിട്ട് ഒത്തിരി കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നു, അതുമൂലം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സംഭവിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഓരോ പീരിയഡ്സ് ഓഫ് ലിറ്ററേച്ചറിൽ അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയുണ്ടെങ്കിൽ, ആ കാലഘട്ടത്തിലെ റൈറ്റേഴ്സിന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, എസ്പെഷ്യലി ആ ഏജിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എലമെന്റ് ആയിരിക്കും അവരുടെ തീമായിട്ട് വരുന്നത്. അടുത്തത് ജോർജ് എലിയറ്റ് ഇസ് ദ പെൻ നെയിം ഓഫ് മേരി ആൻ ഇവാൻസ്. മേരി ആൻ ഇവാൻസ് ആണ് ശരിക്കും അന്നത്തെ റൈറ്റിംഗ്സിൽ സ്ത്രീകളുടെ എഴുത്തുകൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കിട്ടിയിരുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകളുടെ എഴുത്തുകൾ പ്രിജഡൈസ് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് മേരി ആൻ ഇവാൻസ് ജോർജ് എലിയറ്റ് എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ എഴുതിയത്. മിഡിൽ മാർച്ച് ഒക്കെ എഴുതിയ ലേഡിയാണ് അവര്. അടുത്തത്
പോസ്റ്റ്-കൊളോണിയൽ കൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡിറ്റി വാസ് തിയറൈസ്ഡ് ബൈ ഡാഷ്. പോസ്റ്റ്-കൊളോണിയൽ കൺസെപ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡിറ്റി, മിമിക്രി, ആംബിവാലൻസ് ഇതെല്ലാം കൊണ്ടുവന്നത് ഹോമിക്കെ ഭാഭയാണ്. ഹൈബ്രിഡിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മിക്സിംഗ് ഓഫ് കൾച്ചർ അണ്ടർ കൊളോണിയലിസം. കൊളോണിയൽ പീരീഡ് വന്ന സമയത്ത് കോളനൈസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് കൊളനൈസർ ആയിട്ടുള്ള ഗ്രൂപ്പ് കോളനൈസ്ഡിലേക്ക് എന്ത് ചെയ്യും, അവരുടെ കൾച്ചർ ഇങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ ഒരു അമാൽഗം ഓഫ് കൾച്ചർ വരും. അതാണ് ഹൈബ്രിഡിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ബാബ ഉദ്ദേശിച്ചത്. Sun is behind me. Nothing has changed since I began. These are lines by പോയട്രിയുടെ ലൈൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി പോയട്രിയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറേയും കൂടി ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ പോയം എന്ന് പറയുന്നത് ടെഡ് ഹ്യൂസിന്റെ ആണ്. ടെഡ് ഹ്യൂസിന്റെ പോയട്രിയിൽ നമുക്ക് ധാരാളമായിട്ട് ആനിമൽ ഇമേജറീസ് കാണാൻ പറ്റുന്ന ഒരു റൈറ്ററാണ് ടെഡ് ഹ്യൂസ്. നമ്മുടെ സിൽവിയ പ്ലാത്തിന്റെ ഹസ്ബൻഡാണ് ടെഡ് ഹ്യൂസ്. അപ്പൊ ടെഡ് ഹ്യൂസിന്റെ ഹൂക്ക് റോസ്റ്റിംഗ് എന്ന് പറയുന്ന പോയട്രിയുടെ എൻഡിങ് ലൈൻ ആണ് The sun is behind me. Nothing has changed since I began. My eye has permitted no change. I'm going to keep things like this. അപ്പോൾ പോയിട്രിയുടെ ഓപ്പണിംഗ് ലൈൻസ്, പോയിട്രിയുടെ ക്ലോസിംഗ് ലൈൻസ്, നോവൽസിനാണെങ്കിലും ഓപ്പണിംഗ് ലൈൻസ്, ക്ലോസിംഗ് ലൈൻസ് എല്ലാം നമുക്ക് വളരെ പ്രാധാന്യം അടങ്ങുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ടച്ച് ചെയ്തു പോയപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ലിറ്ററേച്ചറുമായി ഡീൽ ചെയ്യുന്ന കുറച്ച് ഏരിയാസും കുറച്ച് റൈറ്റേഴ്സിനെയും അവരുടെ വർക്ക്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.